അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല മതക്കാരും മതസൗഹാർദ്ദ വേദികൾ സംഘടിപ്പിക്കാറുണ്ട്. അമ്പലത്തിലേക്ക് ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും മുസ്ലിം പണ്ഡിതന്മാരെയും ക്ഷണിക്കാറുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ ചർച്ചുകളിലേക്ക് മുസ്ലിം പണ്ഡിതന്മാരെയും ഹൈന്ദവ സ്വാമിമാരെയും ഒക്കെ വിളിക്കാറുണ്ട്. മുസ്ലിമീങ്ങളും അതേപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു മതസൗഹാർദ്ദ സമ്മേളനം വീക്ഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആകാംക്ഷയുണ്ടാക്കിയ ഒരു വിഷയമാണ്, അത്തരം ഒരു വേദിയിലേക്ക് സമസ്തക്കാരിൽപ്പെട്ട ഒരാളെ ക്ഷണിക്കുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും പറയുക എന്നത് വളരെ കൗതുകത്തോടുകൂടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വിഷയമാണത്. കാരണം ഇതുപോലെയുള്ള മതസൗഹാർദ്ദ വേദികളിൽ ഓരോരുത്തരും അവനവൻ പ്രതിനിധീകരിക്കുന്ന മതത്തിൻ്റെ കാഴ്ചപ്പാട് പറയാനാണ് പോകുന്നത്. അത് വളരെ സഹിഷ്ണുതയോടുകൂടെ, സ്നേഹത്തോടെ, ആദരവോടെ, മറ്റുള്ള മതങ്ങളെയും മതവിശ്വാസികളെയും അവഹേളിക്കാതെ, നിന്ദിക്കാതെ അവനവൻ്റെ കാഴ്ചപ്പാടുകളാണ് വളരെ സൗഹാർദ്ദത്തോടുകൂടെ അത്തരം വേദികളിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ സമസ്തക്കാർ ഈ നിലക്കുള്ള വേദികളിൽ പോയാൽ അവരെന്തു പറയും എന്നത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണല്ലോ ഒരു മുസ്ലിം എന്ന നിലക്ക് അത്തരം വേദികളിൽ പോയാൽ അയാൾ അവതരിപ്പിക്കേണ്ടത്. എന്നാൽ അത് എത്രത്തോളം ഒരു സമസ്തക്കാരന് അവതരിപ്പിക്കാൻ കഴിയും? ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? യേശുവിനെ, മഹാനായ ഈസാ അലൈഹിസ്സലാം. പ്രവാചകന്മാരിൽ വളരെ പ്രധാനിയാണ്, അതല്ലെങ്കിൽ പ്രവാചകന്മാരിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ഈസാ അലൈഹിസ്സലാം. ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നാണ്. ആ ഈസാ അലൈഹിസ്സലാമിനോടാണ് ക്രൈസ്തവർ വിളിച്ചു തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഈസാ അലൈഹിസ്സലാമിൻ്റെ മാതാവായ മറിയം റളിയല്ലാഹു അൻഹയോട്, കന്യാമറിയമ്മനെ എന്ന് അവർ വിളിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. അല്ലേ? ആരാണ് മറിയം? ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള, അള്ളാഹു മഹത്വം നൽകിയ ഒരു വനിതയാണ്. അപ്പോൾ അവിടെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം അവർക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും? ഇത് തന്നെയല്ലേ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പിയാക്കന്മാരോടും അതേപോലെ സ്വാലിഹീങ്ങളോടും ഔലിയാക്കന്മാരോടുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു വേദിയിൽ വെച്ച് സമസ്തക്കാരെന്തായിരിക്കും പറയുക? ഇതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുമുള്ളത് എന്നല്ലേ സ്വാഭാവികമായും അവർക്ക് പറയാം. അതല്ലെങ്കിൽ അവർക്ക് അതല്ലേ പറയാൻ കഴിയുകയുള്ളൂ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിൽ അവര് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിന് പുറമെ പല ദേവീദേവന്മാരെയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ പല കഴിവുകളും അത്ഭുത സിദ്ധികളുമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവർ ചോദിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അവരൊക്കെ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവാണ് എന്ന നിലക്കല്ല അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള വിശ്വാസം തന്നെയല്ലേ അവർക്കുള്ളത്. അവർ മഹാന്മാരായ പ്രവാചകന്മാർ, അതേപോലെ തന്നെ ഔലിയാക്കന്മാരാണ് എന്ന് അവർ പരിചയപ്പെടുത്തുന്നതും അല്ലാത്തവരുമായ പലരെയുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഒക്കെ ചെയ്യുന്നത് ഏത് വിശ്വാസത്തിലാണ്? ഇവർക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന നിലക്കാണ് അവരെന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും അത്തരമൊരു വേദിയിൽ വെച്ച് അവർക്ക് എന്താ പറയാൻ കഴിയുക? ഇതല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഒരു രൂപത്തിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത് എന്നാണ് അവർക്ക് അത്തരമൊരു വേദിയിൽ വെച്ച് പറയാൻ കഴിയുക. സ്വാഭാവികമാണത്. അതല്ലാതെ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ, അവൻ്റെ ഏകത്വത്തെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായി പറയുന്ന തൗഹീദിനെ അത് വളരെ കൃത്യമായ നിലക്ക് അവതരിപ്പിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അത് എപ്പോഴും ഇത്തരം മതസൗഹാർദ്ദ വേദികളിൽ ഒരു സമസ്തക്കാരൻ പങ്കെടുത്താൽ എന്തായിരിക്കും അയാൾ പറയാന്നുള്ളത്?
ഞാൻ വളരെ ആകാംക്ഷയോടുകൂടെ വീക്ഷിക്കുന്ന അതല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. അത് എന്താണ് എന്ന് എനിക്കിപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. അത്തരമൊരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഒരു സമസ്തക്കാരൻ പോയാൽ, അതല്ലെങ്കിൽ സമസ്തയുടെ ഒരു പ്രതിനിധി പങ്കെടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും പറയാൻ പോകുക എന്നുള്ളത് വളരെ കൃത്യമായി എനിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. അതെങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? കഴിഞ്ഞ ദിവസം നമ്മുടെ മുള്ളൂർക്കര സഖാഫിയുടെ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിലാണ് തോന്നുന്നുണ്ട് അദ്ദേഹം സംസാരിച്ച ഒരു സംസാരം ഞാൻ കേട്ടു. അത് തുടക്കം മുതൽ 9 മിനിറ്റോളം ഉണ്ട്. അത് തുടക്കം മുതൽ അവസാനം വരെ കേട്ടപ്പോൾ എന്തായിരിക്കും ഇവർ അത്തരം ഒരു വേദിയിൽ വെച്ച് പറയാൻ കഴിയാന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമാണ്. എൻ്റെ സംശയം അങ്ങോട്ട് തീർന്നു പോയി. നിങ്ങൾ ആ ക്ലിപ്പിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. അതാണ് സ്വാമിജി പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിന് വളരെയധികം ആഴത്തിലുള്ള ഒരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിന്ത 50 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പാഞ്ഞുപോയി. സ്വാമിജിയുടെ അതാണ് ഹൃദയത്തിൽ. ഞങ്ങളുടെ അതിൽ പറയാറുണ്ട് ഔലിയാക്കൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സ്വാമിജി എന്ന് പറഞ്ഞാൽ ഔലിയാക്കൽ എന്ന് പറയും അറബിയിൽ. അവർക്ക് മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ തന്നെ പറയാനുള്ള ആ കഴിവുണ്ട്. അവർക്ക് അറബിയിൽ പറയാ ഷെയ്ഖ് എന്നാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക രംഗത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പവറാണ് ഷെയ്ഖ്. അപ്പോൾ സ്വാമിജി എൻ്റെയും കൂടി ഒരു ഷെയ്ഖാണ് എന്ന് ഞാൻ പറയുകയാണ് ഈ സമയത്ത്. സ്വാമിജിയെ കാണുമ്പോൾ എന്നോട് പലരും പറഞ്ഞു പല കാര്യങ്ങളും സ്വാമിജിയെ കണ്ട് സംസാരിച്ചാൽ നേടും. ഞാനൊന്നും സ്വാമിജിയോട് അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങനെ കഴിവുള്ള സ്വാമിജി ആണെങ്കിൽ നമ്മുടെ മനസ്സറിയല്ലോ, സ്വാമിജി ഇങ്ങോട്ട് പറയട്ടെ എന്ന് വെച്ചു. എന്നോട് ആദ്യം തന്നെ സ്വാമിജി പറഞ്ഞത്, ഞാൻ ആദ്യം കഴിച്ച എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ തുടക്കമാണ് ആദ്യം സ്വാമിജി തുടക്കം വിട്ടത്. ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിച്ചത് 40ാമത്തെ വാർഷികത്തിലേക്കാണ് ഞാൻ വരുന്നത്, ജന്മദിനം. ഈ 40ന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനായത് 40ാമത്തെ വയസ്സിലാണ്. 39 വയസ്സ് വരെ അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു. ആ ഓമാണ് ഇവിടെ ചെല്ലുന്നത്. ഞാനത് വല്ലാതെ ആകർഷിച്ചു. ഇവിടെ ചെല്ലുന്ന മന്ത്രങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല, കാരണം സംസ്കൃതത്തിൽ ഞാൻ പണ്ഡിതനല്ലാത്തത് കൊണ്ട് അർത്ഥമൊന്നും അറിയില്ല. പക്ഷേ ആ മന്ത്രങ്ങളൊക്കെ ഹഠാത് ആകർഷിച്ചു. മനസ്സിനൊരു സമാധാനം. ഇങ്ങോട്ട് കയറി വരുന്നത് വരെ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടായിരുന്നു. ഈ ഉമ്മറത്തേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ ആ ടെൻഷനൊക്കെ പോയി. മനസ്സ് വേറൊരു ലോകത്തെത്തി. നമ്മളൊക്കെ വേറൊരു ലോകത്താണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസം ഉണ്ടാവും. വീടില്ലാത്തവരുണ്ടാവും, ജോലിയില്ലാത്തവരുണ്ടാവും, മക്കളില്ലാത്തവരുണ്ടാകും, വേദനിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ടാകും, പരാതിയുടെ ഒരുപാട് കെട്ടുഭാണ്ഡങ്ങൾ അഴിച്ചു വെക്കാനുള്ളവരുണ്ടാവും. പക്ഷേ സ്വാമിജിയുടെ തിരുസന്നിധിയിൽ വന്നാൽ ആ തിരുമുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നു, നമുക്ക് സമാധാനം കിട്ടുന്നു. അത് തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധി, അത് തന്നെയാണ് സമാധാനത്തിൻ്റെ സന്നിധി. തീർച്ചയായിട്ടും സ്വാമിക്ക് ദൈവം ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു 9 മിനിറ്റോളമുള്ള ക്ലിപ്പാണ്. ഞാൻ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് പറയരുത്. അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ, ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ ചെന്നാൽ ഇവർക്ക് എന്താണ് പറയാൻ കഴിയുക എന്നുള്ള കാര്യം ബോധ്യമായി. ഇതിൽ ഇയാൾ പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു പൗരനായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. മുമ്പ് ബഹുമാന്യനായ MM അക്ബർ സാഹിബിൻ്റെ സംസാരത്തിൽ വന്ന ഒരു പ്രയോഗം, അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വളരെ വ്യാപകമായ നിലക്ക് മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചിരുന്നു കേരളത്തിൽ. എന്നിട്ട് സലഫികളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. കണ്ടോ, പ്രവാചകനോടുള്ള ഇവരുടെ കാഴ്ചപ്പാടാണിത്, മുജാഹിദിൻ്റെ വിശ്വാസമാണിത് എന്ന് പറഞ്ഞ് സ്റ്റേജിലും പേജിലും ഒക്കെ ഇവർ പ്രചരിപ്പിച്ചു. ഇനി ഈ മുസ്ലിയാരെ നിങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക? ഞങ്ങളൊന്ന് കാണട്ടെ. എങ്ങനെയാണ് ഈ മുസ്ലിയാരെ നിങ്ങൾ ന്യായീകരിക്കുക? ന്യായീകരണ തൊഴിലാളികൾ വന്ന് ന്യായീകരിക്കട്ടെ, അത് നമുക്ക് കേൾക്കാം എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ മുസ്ലിയാരെ പോലെ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളാണ് സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റി പോവുക. ഒരു സംശയമില്ല. നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട വലിയ ഒരു അടയാളമാണ് ദജ്ജാലിൻ്റെ ആഗമനം. ദജ്ജാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും അവൻ കാണിക്കും. അവൻ്റെ ഫിത്നകൾ ഓരോന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്ന മിൻ ഫിത്നതിഹി
ദജ്ജാലിന്റെ ഫിത്നയിൽപ്പെട്ട ഒരു ഫിത്നയാണ് യഖൂലലിൽ അറാബി, ഒരു അറാബിയെ, ഗ്രാമീണനായ അറബിയെ ദജ്ജാൽ വിളിക്കും. എന്നിട്ട് ആ അറാബിയോട് ദജ്ജാൽ പറയും, അറഅയ്ത ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക്, നിന്റെ മാതാവിനെയും പിതാവിനെയും, വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നിന്റെ മാതാവിനെയും പിതാവിനെയും ഞാൻ ഇവിടെ ജീവനോടെ കൊണ്ടുവന്നാൽ ഞാനാണ് നിന്റെ രക്ഷിതാവ് എന്ന് നീ സാക്ഷ്യം വഹിക്കുമോ എന്ന് അറാബിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, നഅം, അതെ, നീ തന്നെയാണ് റബ്ബ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നതാണ്. അങ്ങനെ രണ്ട് പിശാചുക്കൾ അയാളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെടും, ആ മനുഷ്യനെ ചതിക്കുമെന്ന് ദജ്ജാലിൻ്റെ ഫിത്നയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആകാശത്തോട് മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ വർഷിക്കും, ഭൂമിയോട് മുളപ്പിക്കാൻ പറയുമ്പോൾ സസ്യലതാദികളെ മുളപ്പിക്കും. എല്ലാ ഹദീസിൽ വന്നതാണ്. അവൻ്റെ ശക്തമായ ഫിത്നകൾ ഉണ്ടാകും, ഭയാനകമായ അവസ്ഥകളായിരിക്കും ആ സമയത്ത് ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആ ദജ്ജാലിനെ പിൻപറ്റുന്നത് ആരായിരിക്കും എന്ന് ഇനി എൻ്റെ ശ്രോതാക്കൾ തന്നെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. ഞാനതിപ്പോൾ പറയുന്നില്ല. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.